പിന്നെ അവര് ഞങ്ങൾക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അവർ ചെല്ലിയിരുന്നു. ആ കുട്ടിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതുവരെ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയാല് എന്റെ അനുഭവത്തിൽ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞത് ഭഗവാൻ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് നമുക്ക് വന്നു ചേരേണ്ടതാണെങ്കിൽ അത് ഭഗവാൻ വാങ്ങി തരാറുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പ്രശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് ഇവിടെ താഴെ മമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, അതായത് നമ്മുടെ ചെല്ലിക്കലിൽ നിന്ന് പാലക്കാട് ചെർപ്പശ്ശേരി റൂട്ടിലെ ചെല്ലിക്കലിൽ നിന്ന് ഒരു 10-200 മീറ്റർ ദൂരം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാവുന്ന മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പൊ എന്തായാലും ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള അമ്പലങ്ങളൊക്കെ ഇനിയും മറ്റുള്ള ദേശങ്ങളിലേക്കൊക്കെ അറിയപ്പെടട്ടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഷെയറാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണിത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇവരോട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇതാണ് താഴത്തെ മാമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ ചല്ലിക്കൽ സ്റ്റോപ്പിലിറങ്ങിയാൽ ഹൈവേയുടെ അരികിലായി തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരവും ഇവിടെ നിത്യപൂജ നടക്കുന്നുണ്ട്. നാരങ്ങ വിളക്കും ചന്ദനം ചാർത്തലുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. അലങ്കാരപ്രിയനായ ഭഗവാന് ചന്ദനം ചാർത്തിയാൽ ജോലി തടസ്സങ്ങൾ മാറും എന്നാണ് വിശ്വാസം. നാരങ്ങ വിളക്ക് വഴിപാട് കഴിച്ചാൽ രോഗങ്ങൾ മാറുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. നിരവധി ഭക്തരാണ് പുറം ദേശങ്ങളിൽ നിന്ന് പോലും ഈ വഴിപാടുകൾ കഴിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത്. അയ്യപ്പൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവനും ഗണപതിയും ഭഗവതിയും, നാലമ്പലത്തിന് പുറത്തായി നാഗങ്ങൾക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. കോങ്ങാട് വലിയ നായർ സ്വരൂപത്തിന്റെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇത്. കുറെ കാലം ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രം ജനങ്ങൾ ഏറ്റെടുത്ത് ഇന്നീ കാണുന്ന നിലയിൽ എത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി കാണുന്ന പാലമരവും താമരക്കുളവും കാണേണ്ടുന്ന ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. പേര് ജഗദീഷ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഒരു 300 വർഷത്തിന് മേലെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇതിന്റെ ഒരു ഐതിഹ്യം കേട്ട കഥകളോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? ഇത് കോങ്ങാട് വലിയ നായർ സ്വരൂപത്തിന്റെ കൈവശം ഉണ്ടായതാണ് ക്ഷേത്രമാണ് ഇന്ന്. പിന്നെ അതൊക്കെ നശിച്ചു പോയപ്പോ സ്വരൂപമൊക്കെ നശിച്ചു പോയി. പുതിയ ഇതൊക്കെ വന്നപ്പോ പിന്നെ അതെല്ലാം ജീർണാവസ്ഥയിലായിട്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം 86 ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടായിട്ട് ക്ഷേത്രം പുനരുദ്ധരിച്ചതാണ്. 96-ന് ശേഷം വളരെ വൃത്തിയായ രീതിയിൽ പൂജാദികൾ എല്ലാം വൃത്തിയായിട്ട് നടന്നു പോകുന്നു. ജനകീയ കമ്മിറ്റിയാണ് ക്ഷേത്രം കൊണ്ട് നടക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം വരുന്നത് കുംഭമാസത്തിലാണ്. കുംഭം 1-നാണ് പ്രതിഷ്ഠാ ദിനമായിട്ട്. തന്ത്രി വന്നിട്ടാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം താന്ത്രിക വിധി പ്രകാരം തന്നെയാണ് എല്ലാം ഇവിടെ ചെയ്യുന്നത്. പിന്നെ കർക്കിടക മാസത്തില് 30 ദിവസം ഇവിടെ അന്നദാനം, രാമായണത്തിന് പ്രാധാന്യം കൊടുത്തിട്ട്, രാമായണ മാസമാണല്ലോ, അപ്പോൾ രാമായണ പ്രഭാഷണങ്ങള്, അതുപോലെ തന്നെ സപ്താഹങ്ങളൊക്കെ 2 സപ്താഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കർക്കിടക മാസത്തില്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചും സപ്താഹമൊക്കെ ചെയ്യാറുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ ആചാര്യന്മാരെ വിളിച്ച് തന്നെയാണ് ഇവിടെ സപ്താഹം ചെയ്യല്. അതിനോടനുബന്ധിച്ച് തന്നെ അന്നദാനത്തിനാണ് പ്രാധാന്യം ഈ ക്ഷേത്രത്തില്. വരുന്നവർക്കൊക്കെ യഥേഷ്ടം അന്നദാനം കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത് തന്നെ ഉണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു അമ്പലം എന്നും കൂടി പറയും. അതുപോലെ തന്നെയാണ് അഷ്ടമി രോഹിണിക്ക് പ്രാധാന്യമുണ്ട്. അതിന് 3 ദിവസത്തെ ഉത്സവം പോലെ ആഘോഷിക്കാറുണ്ട്. ഗുരുവായൂർ ഏകാദശി അനേകം ഭക്തർ വന്നിട്ട് ഏകാദശി ഭക്ഷണം സ്പോൺസർ ചെയ്തും പലരും അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇവിടെ വരുന്നവർക്കൊക്കെ ഏകാദശി ഭക്ഷണം കൊടുത്ത് തൃപ്തിയോടെ അവര് മടങ്ങാറുണ്ട്. വിഷു ഇപ്പൊ പുറത്ത് ആഘോഷം കഴിഞ്ഞത് വിഷു അല്ലേ. വിഷുവിന് ഇവിടെ ഞാനിവിടുന്ന് പോകുന്നതിന്റെ മുമ്പ് തന്നെ ഒരു 3000-ത്തിലധികം പേര് ഇവിടെ വന്നിട്ട്
വിഷുവിന് കൈനീട്ടം വാങ്ങി വിഷു ദർശനം നടത്തി അവർക്ക് സായുജ്യം പോലെ ഭഗവാനെ കണ്ട് ചന്ദനം ചേർത്തല്, ഭഗവാന്റെ ചന്ദനം ചേർത്തല് ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു അമ്പലമാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ദശാവതാരം ചന്ദനം ചേർത്തലുണ്ടായിരുന്നു. അതൊരു ഉത്സവം പോലെയായിരുന്നു ദശാവതാരം. അനേകം ഭക്തർ വന്നിട്ട് മനസ്സും തനുവും മനമൊക്കെ നിറഞ്ഞു പോയി എന്നൊക്കെ പറയില്ല, ഇന്ന പോലെയാണ് അവര് ഈ ചന്ദനം ചേർത്തല് ഉത്സവത്തിന് വന്നിട്ട് ഒരുപാട് ഭക്തർ വന്നിട്ട് കണ്ടു തൊഴുത്തു പോകണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങാവളൊക്കെ ഇവിടെ പ്രധാനമാണ്. അതിന്റെ എവിടെ ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ്. അപ്പൊ എന്താ അതിന്റെ ഒരു പ്രത്യേകത പറയും നാരങ്ങാവളക്കിന്റെ? ദേവിക്കാണ് ഇവിടെ നാരങ്ങാവളക്കേ ഇവിടെ ദേവിയുണ്ട്. അടുപ്പിച്ച് 7 ദിവസം നാരങ്ങാവളക്ക് ചെയ്താല് അതിനോടനുബന്ധിച്ചുള്ള ഗുണങ്ങൾ, അതുപോലെ 5 ദിവസത്തെ ചെയ്താൽ അതിനുള്ള ഗുണങ്ങള് ഒക്കെ അവർക്ക് കാണുകൊണ്ടാണല്ലോ. അത് മുടങ്ങാതെ തന്നെ ഇഷ്ടംപോലെ ഭക്തർ വന്നിട്ട് നാരങ്ങാവളക്ക് കഴിക്കാറുണ്ട്. പിന്നെ തൃക്കൈവെണ്ണ ഭഗവാന് അതും കഴിക്കാറുണ്ട്. ആളുകൾ വന്നിട്ട് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പറയാറില്ലേ? അനുഭവങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 2 വർഷം മുമ്പേ ഇവിടെ എന്നും എല്ലാ 30 വ്യാഴാഴ്ചയും മലയാള മാസത്തില് വ്യാഴാഴ്ച വരുന്ന ദിവസത്തെ ഇപ്പൊ ഇന്നൊരു 30 വ്യാഴാഴ്ചയാണല്ലോ. അപ്പൊ ഹരേരാമയാണ് മന്ത്രം. ഹരേരാമ മന്ത്രം 4 മണി വരെയൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ മുമ്പ് ഇതിന്റെ അകത്തായിരുന്നു. പണ്ട് 86-ന് ശേഷമാണ് ഈ ക്ഷേത്രം പുരോഗതി ഉണ്ടായത്. അതിനു മുമ്പേ കമ്മിറ്റി അല്ല. അപ്പൊ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം വളരെയധികം ഈ ഉത്സവത്തിനും അതുപോലെ ഈ ആഘോഷങ്ങളെ വിഷു അങ്ങനെയുള്ള അതുപോലെ ജന്മാഷ്ടമി ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ 30 വ്യാഴാഴ്ച ദിവസം ഒരു പാലക്കാട് ഒരു കുടുംബം വന്നവിടെ. അപ്പൊ എൻ്റെ ഒരു അനുഭവം പറയാണ്. അപ്പൊ അവര് പറഞ്ഞു മകനും മകളും അമ്മയും അച്ഛനും കൂടിയാണ് ഈ പ്രാവശ്യത്തെ ഈ 30 വ്യാഴാഴ്ചത്തെ നാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങള് ചൊല്ലിക്കോട്ടെ നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ ഇങ്ങനെ മാറി മാറി നാമം ചൊല്ലി. അപ്പൊ കുറച്ചുപേര് വേറെ ആൾക്കാർ വന്നാൽ അവരും കൂടി ഉൾപ്പെടട്ടെ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇപ്പൊ ചൊല്ലിയവരല്ല കുറച്ച് കഴിഞ്ഞുണ്ടാവുക അന്ന പോലെ. അതുപോലെ നാരായണീയം ഒക്കെ ഇഷ്ടം പോലെ ഭക്തർ വന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അതുപോലെ സഹസ്രനാമം ആയിട്ടുണ്ടാവും ഒരു ദിവസം അങ്ങനെ. അപ്പൊ എന്താണ് ചോദിക്കണേ, ഈ സഹസ്രനാമത്തിൽ ഉൾപ്പെട്ടിട്ട് ഈ കുട്ടിയെ കൊണ്ടും ഇവരിങ്ങനെ ചൊല്ലിച്ച് ഈ കുട്ടി മിണ്ടാൻ വയ്യാത്ത കുട്ടി ഇത് നാമം ചൊല്ലി. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഈ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സന്തോഷം അവർക്ക് പങ്കിടാൻ അത് കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ പറഞ്ഞ്. പിന്നെ അവര് ഞങ്ങൾക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അവർ ചെല്ലിയിട്ടുണ്ട്. ആ കുട്ടിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതുവരെ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയാല് എന്റെ അനുഭവത്തിൽ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞത് ഭഗവാൻ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് നമുക്ക് വന്നു ചേരേണ്ടതാണെങ്കിൽ അത് ഭഗവാൻ വാങ്ങി തരാറുണ്ട്. എന്നിട്ട് ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് സപ്താഹ ആചാര്യക്കും അതുപോലെ സഹാചാര്യർക്കും അതുപോലെ തന്നെ 4 പേരുണ്ടാവുമല്ലോ പൂജിക്കുന്ന അവർക്കൊക്കെ ആ കുട്ടി വന്നിട്ട് അവർക്ക് കഴിയുന്ന വിധത്തിലൊരു ദക്ഷിണയും അതുപോലെ തന്നെ എല്ലാവർക്കും പുടവയും തന്നിട്ട് ആദരിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ജോലി കിട്ടാനും അസുഖം മാറാനും ഭഗവാന് ചന്ദനം ചാർത്തല് ഏറ്റവും കൂടുതൽ ഇഷ്ടം തൃക്കൈവെണ്ണ. അതുപോലെ തന്നെ ഭഗവാന് അലങ്കാര പ്രിയനാണെന്നല്ലേ പറയുക. അപ്പൊ ഭഗവാൻ എന്തൊക്കെ അലങ്കാരം ഉണ്ടായാലും മതിയാവില്ല എന്നാണ് പറയുക. അപ്പൊ ചന്ദനം ചാർത്തൽ ഒരു അലങ്കാരമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അനേകം ഭക്തർ ഈ ചന്ദനം ചാർത്തലിൽ പങ്കെടുക്കാറുണ്ട്. അന്ന് തന്നെ ഇവിടെ ഒരു 10 ദിവസത്തെ ദശാവതാരം ചാർത്തല്ലേ, ഇഷ്ടംപോലെ ഭക്തർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്കിപ്പോ ഏറ്റവും അടുത്ത് കഴിഞ്ഞതാണ് അതെ. അങ്ങനെ അവർക്ക് വന്നു ചേരേണ്ട ഭൂസ്വത്താണെങ്കിലും അത് ഭഗവാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്കും അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അസുഖം മാറി. ഇപ്പൊ ഞാൻ എന്നെ കടന്നുപോയ ഒരാളാണ്, വാദം വന്നിട്ട് കടന്നുപോയ ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ പ്രാർത്ഥന എന്തായിരുന്നു, തൊട്ടടുത്ത ഈ ക്ഷേത്രത്തിലൊന്ന് വന്ന് തൊഴുക, ഡെയിലി ഒരു കുളി, ഇത്ര ആഗ്രഹിച്ചിട്ടില്ല, വേറെ എങ്ങോട്ട് പോകണ്ട. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പുരാണ പാരായണത്തില് സ്വാമിമാരൊക്കെ വന്നിട്ട് പഠിപ്പിക്കുകയും ഗീത, സഹസ്രനാമങ്ങള്, അതുപോലെ നാരായണീയം, ഭാഗവതമൊക്കെ. അപ്പൊ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അന്ന് എനിക്കൊരു 25 വയസ്സാണ്.
അന്ന് ഇത്ര പുരോഗമനം ഈ ക്ഷേത്രത്തിൽ ഇല്ല. അപ്പോഴാണ് പറയണത് കുളിക്കണ്ട, മേല് കഴിക്കാൻ മതി, തലേന്ന് കുളിക്കേണ്ട ആവശ്യമില്ല, വന്നോളാം. അപ്പൊ പുറത്താണ് ഷെഡ്. അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. ശിവാനന്ദാശ്രമത്തിലെ മഠാധിപതിയുടെ കീഴിലുള്ള ശിഷ്യർ വന്നിട്ടാണ് ഈ പുരാണങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ അവര് വന്നിട്ട് തന്നെ സപ്താഹമൊക്കെ ചെയ്ത് കുറെ കാലം അവരെന്നെ സപ്താഹം. അപ്പൊ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒരു നിലവാരത്തിൽ എത്താൻ കാരണം ഈ പുരാണ പാരായണങ്ങളെ കൊണ്ടും ഒക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈശ്വരനിലുള്ള ആ നമ്മുടെ ഉള്ളിലുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് വർദ്ധിച്ചു വരും. അങ്ങനെ എനിക്ക് എണീറ്റ് നടക്കാറായി. ഞാനിവിടെ സ്ഥിരമായി വരാറായി. സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കും, രാവിലെ മുതൽ വൈകുന്നേരം. അങ്ങനെയായി പഠിച്ച് നാരായണീയം ജപിക്കാൻ തുടങ്ങി. പിന്നെ സപ്താഹത്തിന്റെ ഭാഗവതം പാരായണം ചെയ്യാൻ തുടങ്ങി ആചാര്യന്മാരെ കൂടെ ഇരുന്നിട്ട്. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിനൊക്കെ ഭഗവാൻ സഹായിച്ചത് കൊണ്ടല്ലേ എന്നുള്ളത്. അങ്ങനെ അനേകം ഭക്തർക്ക് പല പല കാര്യങ്ങളും അവര് പറയണം. അപ്പൊ ഒക്കെ പറയുമ്പോ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കുന്നുണ്ട് ഈ ഭഗവാൻ. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇത്രയും ഭക്തര്. ഇപ്പൊ വിഷുവിന്, ഇപ്പൊ കഴിഞ്ഞ വിഷുവിനാണ് 3000 ഭക്തര് അധികമാണ് വന്നത്. അപ്പൊ അതൊരു കണക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വിഷ് കൈനീട്ടണ്ടേ. അപ്പൊ ഇത്ര സംഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ 5 രൂപയുടെ സ്വർണ്ണ കോയിൻ 5 രൂപയുടെ കൊടുക്കുക. അപ്പൊ ഈ വന്ന ഭക്തർക്കൊക്കെ തൃപ്തിയായി എന്നാണ്. അപ്പൊ ആ എത്ര കഴിഞ്ഞു ഇത്, അതാണല്ലോ നമ്മൾ നോക്കുക. അല്ലാണ്ട് എത്ര ഭക്തർ വന്നു എന്ന് അറിയണമെങ്കിൽ എങ്ങനെ അറിയാം? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത്രയ്ക്ക് ഭക്തർ വന്നൊരു ക്ഷേത്രമാണെന്ന് അറിയാം. ഉപദേവന്മാരുണ്ട്, അയ്യപ്പസ്വാമി ഉണ്ട്. അതുപോലെ ദക്ഷിണാമൂർത്തി ഭാവത്തില് ശിവൻ അപ്പുറത്ത് വേറെ ഉണ്ട്. ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശിവനുണ്ട്, ഗണപതി ഉണ്ട്, സുബ്രഹ്മണ്യരുണ്ട്, ദേവി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉപദേവന്മാരുണ്ട്, നാഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ശ്രീകൃഷ്ണനാണ് പിന്നെ ശരിക്കുള്ള ദേവനായിട്ട് ഇവിടെ വാഴുന്ന പ്രതിഷ്ഠ ഉണ്ട് കുംഭത്തിൽ. അത് നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പൊ ചതുർബാഹുവാണ് ഇതിനകത്തിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തില് കാണിക്കുന്നത്. ചതുർബാഹുവായിട്ട് കാണേണ്ടവർക്ക് ചതുർബാഹുവായിട്ട് കാണാം. ഇപ്പൊ ഭഗവാൻ തന്നെ പറയണില്ലേ ചതുർബാഹു രൂപത്തിലും. അതുപോലെ തന്നെ 2 കൈയുള്ള കൃഷ്ണൻ, 4 കൈയുള്ള കൃഷ്ണൻ എന്നൊക്കെ പറയണം. ഗോലോകവാസി, വൈകുണ്ഠവാസി എന്നൊക്കെ തരംതിരിവുണ്ടല്ലോ. അപ്പൊ എന്ന രൂപത്തില് എങ്ങനെ കണ്ടു തൊഴുതാലും ഭക്തി ഉണ്ടോ അവർക്കൊക്കെ ഭഗവാൻ ഇഷ്ടം പോലെ അവരുടെ മനസ്സിന് എന്താ ആഗ്രഹം, ആ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കൊണ്ടാണ് ഇത്രയും ഭക്തർ ഇവിടെ വന്നു തൊഴുന്നത്. ഇപ്പൊ എന്തൊക്കെ കൊറോണ കാലത്താണെങ്കിലും ഈ ക്ഷേത്രം ഇവിടെ പിടിച്ചു നിന്നിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ ജീവനക്കാർക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ ദേവസ്വം അല്ലല്ലോ, കമ്മിറ്റിയാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഈ ജോലിക്കാർക്ക് ശമ്പളം 1-ാം തീയതി കഴിഞ്ഞാൽ കിട്ടണം, കൊടുക്കുകയും ചെയ്യും, വേണമല്ലോ. അപ്പൊ അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഈ കൊറോണ കാലത്തും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോഴും ഇവിടെ ഭക്തർ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലോക്ക്ഡൗൺ അല്ലാത്തപ്പോ, ലോക്ക്ഡൗണിൽ ഇല്ല. അങ്ങനെ എന്തായാലും ഈ ക്ഷേത്രം അപ്പോഴും പിടിച്ചു നിന്നിട്ടുണ്ട് എന്ന് പറയാ. എവിടെയില്ലാത്ത ആ ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 നേരം പൂജയുണ്ട്. രാവിലെ എത്ര മണിക്കാണ് ക്ഷേത്രം തുറക്കുക? രാവിലെ 5:30. എത്ര മണി വരെ? 7:30 വരെ. വൈകുന്നേരം 5:30. എത്ര മണി? 5:30 തുറക്കുമ്പോ 7:30 വരെ. രാവിലെ 5:30. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ തുറക്കും. 5-5:30 ഉള്ളില് തുറക്കും. അങ്ങനെയൊക്കെ. ഇത് ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോ ദൂരത്തുനിന്നല്ലേ ആളുകളൊക്കെ അധികം വരിക. അപ്പൊ അവർക്ക് വരേണ്ട വഴി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഇവിടെ എത്തിച്ചേരേണ്ട വഴി. പാലക്കാട് നിന്ന് വരുന്ന വെച്ചാൽ പാലക്കാട് മുണ്ടൂര് വഴി ചല്ലിക്കൽ പെരിന്തൽമണ്ണ പോണ ബസ്സിൽ കയറുക. അത് ചല്ലിക്കൽ ഇറങ്ങുക. കോങ്ങാടക്ക് എത്തുന്നതിന്റെ മുമ്പേ ചല്ലിക്കൽ ഇറങ്ങിയ അവിടെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി നിന്ന് വരികയാണെങ്കിലും കോങ്ങാട് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ചല്ലിക്കൽ സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിയ അങ്ങനെയാണ്. നീലമ്മ പറഞ്ഞോളൂ. പിന്നെ 77 വയസ്സായി, മനസ്സിലായോ? അപ്പൊ അന്ന് മുതൽക്ക് ഞാനിവിടെ കുളിക്കുക, തൊഴുത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെയായിട്ട് ഇവിടെ വെച്ച് ഒരു ദിവസം ഇത് ഗീതാപാരായണം നടത്തി കഴിഞ്ഞ് അന്ന് ഘോഷയാത്രയായിരുന്നു. അങ്ങനെ ആ ഘോഷയാത്രയുടെ കൂടെ ഞാൻ പോയി തിരിച്ചു വരുമ്പോ എൻ്റെ കാലില് ജീപ്പ് കയറി ഇടിച്ച് അവിടെ ഇട്ട് എല്ലാവരും കൊണ്ടുവന്നു.
പിന്നെ ആരൊക്കെ എന്നെ കൊണ്ടുപോയി ആസ്പത്രിയിൽ കയറ്റി. അങ്ങനെ ഓപ്പറേഷൻ എൻ്റെ മകനോട് ഉണ്ടായിരുന്നില്ല കുറേ കാലം. പിന്നെ എന്നിട്ട് മകനെ വിളിച്ചു വരുത്തി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് വരെ ഭഗവാൻ എന്നെ ഒരു കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പിയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ കുറെ ഇപ്പോഴും ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ തന്നെ തോറ്റാം അത്രയെന്ന് പറയണത്. ഭഗവാനോട് ഞാൻ എന്നൊന്നും പറയുന്നു, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എനിക്ക് വയ്ക്കുന്നത് ഒക്കെ ഞാനിവിടെ അമ്പലത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചെയ്യാറ്. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. കുറെ കാര്യങ്ങളാണ്, അതൊന്നും പറയാൻ നമുക്ക് വരുന്നില്ല. നമുക്ക് ഇതൊന്നും പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് അതൊന്നും അത്ര തന്നെ വരുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.